പിതാവേ, അങ്ങയുടെ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു. എന്തു പറ്റി ഒനിയാസ്? എന്താണ് സംഭവിച്ചത്? ഞാനൊരു സ്വപ്നമല്ല, കടന്നുപോയൊരു യാഥാർത്ഥ്യം. വീണ്ടും സ്വപ്നത്തിൽ അതന്നെ. ഓ, അതായിരുന്നു. ഈ കൂരിരുട്ടിൻ്റെ ഭീകരതയും മരണത്തിൻ്റെ മടുപ്പിക്കുന്ന ഗന്ധവുമൊക്കെ വല്ലാത്തൊരു ഭയത്തിന് നിന്നെ അടിമയാക്കിയിരിക്കുന്നു ഒനിയാസ്. അതുകൊണ്ടാ. അല്ല, അങ്ങനെയല്ല മാൽക്കസ്. ശതാധിപൻ പറഞ്ഞതുപോലെ ഈ മനുഷ്യൻ യഥാർത്ഥത്തിൽ നീതിമാൻ തന്നെ ആയിരുന്നുവെന്ന് എൻ്റെ മനസ്സ് പറയുന്നു. കൊള്ളാം. നിയമഗ്രന്ഥത്തിൽ അജ്ഞരായ സാധാരണക്കാരെ പോലെ നീയും. നിന്നെയും ഗ്രസിച്ചോ ആ നസ്രായ സ്നേഹം? 3 ദിനങ്ങൾക്ക് മുൻപ് നീയും കൂടെ കണ്ടതല്ലേ മരിച്ചു തൂങ്ങിയ ഇവന്റെ മാറിൽ ആ ഒറ്റക്കണ്ണൻ ലോഗിനോസ് കുന്തവനെ പായിച്ചപ്പോൾ അവിടെ നിന്നൊഴുകിയ ചോരയും നീരും വീണവന്റെ 2 കണ്ണുകളും തുറന്നത്. വിഡ്ഢിത്തരം പറയാതിരിക്കൂ. അവൻ്റെ കാഴ്ച വീണ്ടു കിട്ടിയത് മറ്റെന്തെങ്കിലും പ്രതിഭാസത്താലാകാം. അങ്ങനെ അത്ഭുതം പ്രവർത്തിക്കാൻ അവനായെങ്കിൽ കുരിശിൽ നിന്ന് ഇറങ്ങി വന്നാൽ ഞങ്ങൾ വിശ്വസിക്കാമെന്ന് അവരൊക്കെ വിളിച്ചു പറഞ്ഞിട്ടും അതുണ്ടായോ? നോക്കൂ മാൽക്കസ്, അന്ധനെയും മുടന്തനെയും കുഷ്ഠരോഗിയുമെന്നല്ല, 12 വർഷം പഴകിയ രക്തസ്രാവവും 38 ആണ്ട് തളർന്നു കിടന്ന ബെത്സാദായിലെ രോഗിയെ പോലും അത്ഭുത സൗഖ്യത്തിലേക്ക് എത്തിച്ചതും മറ്റും നീയും. ഒരുപക്ഷെ അതിവിദഗ്ധനായ ഒരു മാന്ത്രികനോ മന്ത്രവാദിയോ മറ്റോ ആകാം അവൻ. അതുകൊണ്ടാണല്ലോ വെറുമൊരു തച്ചൻ്റെ മകനായ ഇവന് വളരെയേറെ പേരെ തൻ്റെ വരുതിയിലാക്കാൻ കഴിഞ്ഞു. നമ്മുടെ പുരോഹിതന്മാരോ നിയമം അറിയാവുന്ന ആരെങ്കിലും ഇവൻ്റെ പുറകെ പോയിട്ടുണ്ടോ? അടയാളങ്ങൾ കാട്ടി ജനത്തെ വഞ്ചിച്ച എത്രയോ പേര് ഇതുപോലെ വന്ന് മൺമറഞ്ഞു പോയത് നമുക്കറിവുള്ളതല്ലേ? ഏയ്, അതുമാത്രമല്ല, ജെയ്റോസിന്റെ കൊച്ചുമകൾ 12 വയസ്സുകാരിയെയും നായിൻ പട്ടണത്തിലെ വിധവയുടെ മകനെയുമെല്ലാം ഉയർപ്പിച്ചതും അതിനേക്കാളും ഒക്കെ ഉപരി ബെഥാനിയായിലെ ലാസർ എന്ന് പറഞ്ഞൊരുവൻ മരിച്ച് അഴുകിത്തുടങ്ങിയെടുത്തു നിന്ന് 3 നാളുകൾക്കപ്പുറം ജീവനിലേക്ക് തിരികെ കൊണ്ടുവന്നതെല്ലാം സത്യമെങ്കിൽ നമ്മുടെ പുരോഹിതനോട് ഇവൻ പറഞ്ഞതുപോലെ സ്വമേധയാ ഉയർത്തെഴുന്നേൽക്കാനാവില്ലെന്നുണ്ടോ? കേട്ടതെല്ലാം സത്യമാണോ മിഥ്യയാണോ എന്നറിയാതെ നമുക്കിതിനെപ്പറ്റി സംസാരിക്കണ്ട. നമ്മുടെ കർത്തവ്യം ഈ കല്ലറയ്ക്ക് കാവൽ നിൽക്കുക എന്നത് മാത്രമാണ്. അതിനപ്പുറമുള്ളത് നാം എന്തിനു ചിന്തിക്കണം? എനിക്കെന്തോ നാം അടക്കമുള്ളവർ ഘോരമായൊരു അപരാധം ചെയ്യുന്നത് പോലെ ഒരു തോന്നൽ.
is an awesome God.